ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന ടൈപ്സ് ഓഫ് ആക്സെപ്റ്റൻസ് സാമ്പിളിംഗ് പ്ലാൻസ് ആണ്. ഏതൊക്കെ ടൈപ്സ് ആക്സെപ്റ്റൻസ് സാമ്പിളിംഗ് പ്ലാൻസ് ഉണ്ടെന്നാണ് എടുക്കാൻ പോകുന്നത്. There are several types of acceptance sampling plans based on different approaches that can influence the decision about a lot. These are categorized as follows. ഒന്നാമത്തത് ആക്സെപ്റ്റൻസ് സാമ്പിളിംഗ് പ്ലാൻസ് ഫോർ ആട്രിബ്യൂട്ട്സ് ആൻഡ് ആക്സെപ്റ്റൻസ് സാമ്പിളിംഗ് പ്ലാൻ ഫോർ വേരിയബിൾസ്. വേരിയബിൾസിനുള്ള നമ്മൾ നേരത്തെ കൺട്രോൾ ചാർട്ട് പറഞ്ഞില്ലേ, കൺട്രോൾ ചാർട്ട് ഫോർ വേരിയബിൾസും ഉണ്ട്, കൺട്രോൾ ചാർട്ട് ഫോർ ആട്രിബ്യൂട്ട്സും ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ആക്സെപ്റ്റൻസ് സാമ്പിളിംഗ് ഫോർ ആട്രിബ്യൂട്ട്സും ഉണ്ട്, അതുപോലെ വേരിയബിൾസും ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആക്സെപ്റ്റൻസ് സാമ്പിളിംഗ് ഫോർ attributes ആണ്. Acceptance sampling plan in which actual measurement of the quality characteristics are not made, but the units or items are categorized as defective or non-defective on the basis of go-no-go gauges are called acceptance sampling plan for attributes. These plans are of two types. അപ്പം ഇവിടെ നമ്മൾ ഡിഫക്റ്റീവ് ആണോ നോൺ ഡിഫക്റ്റീവ് ആണോ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതിൻ്റെ ഡയമെൻഷൻ മെഷർ ചെയ്യുമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ക്വാളിറ്റിയുടെ കാര്യം മാത്രം പറയുന്നു. ഇതുപോലെ ആക്സെപ്റ്റൻസ് സാമ്പിളിംഗ് പ്ലാൻ ഫോർ ആട്രിബ്യൂട്ട്സ് രണ്ട് ടൈപ്പ് ഉണ്ട്. അതിൽ ഒന്നാമത്തെയാണ് ലോട്ട് ബൈ ലോട്ട് ആക്സെപ്റ്റൻസ് സാമ്പിളിംഗ് പ്ലാൻ ഫോർ ആട്രിബ്യൂട്ട്സ്. ലോട്ട് ബൈ ലോട്ട് ആക്സെപ്റ്റൻസ് സാമ്പിളിംഗ് പ്ലാൻ ഫോർ ആട്രിബ്യൂട്ട്സ്. Lot by lot acceptance sampling plan for attributes are the most commonly used sampling plans and therefore are simply called acceptance sampling plan for attributes. Such plans are based whenever the units to be inspected can be conventionally grouped into batches or lots. അപ്പം ഇത് മെയിൻലി യൂസ് ചെയ്യുന്ന ആക്സെപ്റ്റൻസ് സാമ്പിളിംഗ് ഫോർ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് ലോട്ട് ബൈ ലോട്ട് ആണ്. അതിനെയാണ് നമ്മൾ ജനറലി ആക്സെപ്റ്റൻസ് സാമ്പിളിംഗ് ഫോർ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ലോട്ട് ബൈ ലോട്ട് എന്ന് പറയുമ്പോൾ ഒരു ലോട്ട് എടുക്കുന്നു, അതിൻ്റെ സാമ്പിൾ എടുക്കുന്നു, അതിൽ നിന്നൊരു സാമ്പിൾ എടുക്കുന്നു, നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ നോക്കുന്നു. അതുപോലെ നമ്മൾ അടുത്തൊരു ലോട്ട് എടുക്കുന്നു, അപ്പോൾ അതിൽ നിന്ന് സാമ്പിൾ എടുക്കുന്നു. ഇങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. ഇനി ആട്രിബ്യൂട്ട് സാമ്പിളിംഗ് പ്ലാനിൽ ലോട്ട് ബൈ ലോട്ട് ആക്സെപ്റ്റൻസ് സാമ്പിളിംഗ് പ്ലാന് പല ടൈപ്പ് ഉണ്ട്. സിംഗിൾ സാമ്പിളിംഗ് പ്ലാൻ ഉണ്ട്, ഡബിൾ സാമ്പിളിംഗ് പ്ലാൻ ഉണ്ട്, മൾട്ടിപ്പിൾ സാമ്പിളിംഗ് പ്ലാൻ ഉണ്ട്, സീക്വൻഷ്യൽ സാമ്പിളിംഗ് പ്ലാൻ ഉണ്ട്. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് എന്താണെന്നുള്ള ജസ്റ്റ് നോക്കാം. സിംഗിൾ സാമ്പിളിംഗ് പ്ലാൻ. സിംഗിൾ സാമ്പിളിംഗ് പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു ലോട്ട് ഉണ്ട്. ലോട്ട് എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായില്ലേ? ഒരു പ്രോഡക്റ്റിൻ്റെ കുറേ ഐറ്റംസ്. ഇപ്പോൾ ഒരു ബൾബാണെങ്കിൽ, ഒരു കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ബൾബാണെങ്കിൽ ആ ബൾബിൻ്റെ ഒരു 100 ബൾബ്സ് എടുക്കുകയാണെങ്കിൽ അതിനൊരു ലോട്ട് എന്ന് പറയും. ആ ഒരു കളക്ഷനെയാണ് നമ്മൾ ലോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് സിംഗിൾ സാമ്പിളിംഗ് പ്ലാനിൽ നിങ്ങളൊരു ലോട്ട് എടുക്കും, നിങ്ങളുടെ ലോട്ട് കിട്ടി, അത് റിജക്റ്റ് ചെയ്യണോ ആക്സെപ്റ്റ് ചെയ്യണോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കണം. അപ്പോൾ ആ ലോട്ട് എടുത്തു, ആ ലോട്ടിൽ നിങ്ങൾ സാമ്പിൾ എടുക്കുന്നു. ആ ഒരു സാമ്പിൾ എടുത്തിട്ട് നിങ്ങൾ ആ സാമ്പിളിൽ ഡിഫക്റ്റീവ് ഐറ്റംസിനെയും നോൺ ഡിഫക്റ്റീവ് ഐറ്റംസിനെയും കാറ്റഗറൈസ് ചെയ്യുന്നു. അപ്പം ആ ഒരു 100 ഐറ്റംസ് ഉണ്ടെങ്കിൽ നിങ്ങളൊരു 10 ഐറ്റംസിൻ്റെ ഒരു സാമ്പിൾ എടുക്കുന്നു. എന്നിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുന്നു, അതിൽ എത്ര ഡിഫക്റ്റീവ് ഐറ്റം ഉണ്ട്, അതിൽ എത്ര നോൺ ഡിഫക്റ്റീവ് ഐറ്റം ഉണ്ടെന്ന് ചെക്ക് ചെയ്യുന്നു. അപ്പോൾ ഡിഫക്റ്റീവ് ഐറ്റംസ് ആണ് കൂടുതലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ആ എൻ്റെയർ ലോട്ട് റിജക്റ്റ് ചെയ്യും. അതുപോലെ നോൺ ഡിഫക്റ്റീവ് ഐറ്റംസ് ആണ് കൂടുതലെങ്കിൽ നിങ്ങൾ ആ ലോട്ട് ആക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ ഒരു സാമ്പിൾ എടുത്തുകൊണ്ട് നമ്മൾ ആ ലോട്ടിനെ റിജക്റ്റ് ചെയ്യുന്നോ ആക്സെപ്റ്റ് ചെയ്യുന്നോ നോക്കുന്നു. ഇതിനെയാണ് സിംഗിൾ സാമ്പിളിംഗ് പ്ലാൻ എന്ന് പറയുന്നത്. ഇത് നോക്കാം. സിംഗിൾ സാമ്പിളിംഗ് പ്ലാൻസ്. In the single sampling plan, the decision about the acceptance or rejection of a lot is based on a single sample that has been inspected. This is the simplest type of sampling plan. അടുത്തത് ഡബിൾ സാമ്പിളിംഗ് പ്ലാൻ. ഇവിടെ നമ്മൾ അങ്ങനെയല്ല, നമ്മൾ 2 സാമ്പിൾ എടുക്കും. ആദ്യം ഒരു സൈസ് സാമ്പിൾ എടുക്കും, പിന്നെ എന്ത് ചെയ്യും? രണ്ടാമതൊരു സാമ്പിൾ എടുക്കും, എന്നിട്ടാണ് നമ്മൾ ആ ലോട്ട് റിജക്റ്റ് ചെയ്യുന്നത്. In the double sampling plan, the decision about the acceptance or rejection of a lot requires the evidence of 2 samples drawn from the lot. If the lot quality is good, the lot is accepted on the basis of the first sample. If the first sample shows an intermediate quality, the decision about the lot is taken on the evidence of the first and second sample combined. This is more complicated than the single sampling plan. അപ്പോൾ ഇതെപ്പോഴാണ് നമ്മൾ ഈ ഡബിൾ സാമ്പിളിംഗ് പ്ലാൻ എടുക്കുന്നത്? നമ്മുടെ കയ്യിലൊരു ലോട്ട് ഉണ്ട്, നമ്മളൊരു സാമ്പിൾ എടുത്തു, പക്ഷേ ആ സാമ്പിളിൽ നമുക്ക് ക്ലിയർലി പറയാൻ പറ്റുന്നില്ല അത് എന്താണ്, റിജക്റ്റ് ചെയ്യണോ ആക്സെപ്റ്റ് ചെയ്യണോ എന്ന് പറയാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞു 100 ബൾബ്സിൻ്റെ ഒരു കേസിൽ നമ്മൾ 10 ബൾബ്സ് നമ്മൾ സാമ്പിളായിട്ട് എടുത്തു. അതിൽ നമുക്ക് 5 ഡിഫക്റ്റീവും 5 നോൺ ഡിഫക്റ്റീവാണ് കിട്ടുന്നത്. ഈക്വലായിട്ടാണ് ഈ ഡിഫക്റ്റീവും നോൺ ഡിഫക്റ്റീവും കിട്ടുന്നത്. അപ്പോൾ നമുക്ക് അത് റിജക്റ്റ് ചെയ്യണോ ആക്സെപ്റ്റ് ചെയ്യണോ എന്നൊരു എന്താ പറയുക, കൺഫ്യൂഷൻ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അടുത്തൊരു സാമ്പിൾ എടുക്കും. ആ സാമ്പിൾ ചിലപ്പോൾ ആ സാമ്പിൾ സൈസ് എന്ന് പറയുന്നത് 10 ആയിരിക്കും, ചിലപ്പോൾ 20 സൈസുള്ളൊരു സാമ്പിൾ എടുക്കും. എന്നിട്ട് നമ്മൾ ആ സാമ്പിൾ ഒന്നും കൂടെ ചെക്ക് ചെയ്യും. അപ്പം എന്ത് ചെയ്യും? നമ്മൾ ഈ 2 സാമ്പിളിൻ്റെയും ബേസിൽ നമ്മൾ ആ ലോട്ട് റിജക്റ്റ് ചെയ്യണോ ആക്സെപ്റ്റ് ചെയ്യണോ എന്ന് തീരുമാനിക്കും. ഇതാണ് ഡബിൾ സാമ്പിളിംഗ് പ്ലാൻ.
അങ്ങനെയാണെങ്കിൽ മൾട്ടിപ്പിൾ സാമ്പിളിംഗ് പ്ലാൻ എന്തായിരിക്കും? നമുക്ക് ഈ ഒരു വട്ടം എടുത്തിട്ടും 2 വട്ടം എടുത്തിട്ടും നമുക്കതിൻ്റെ റിജക്ഷൻ ഒരു ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്ന് ഒരു ഐഡിയ കിട്ടാത്തപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മൂന്നാമതൊരു സാമ്പിൾ എടുക്കും. അങ്ങനെ അതും പറ്റില്ലെങ്കിൽ നമ്മൾ നാലാമതൊരു സാമ്പിൾ എടുക്കും. ഇങ്ങനെ എടുത്ത് നമ്മൾ ചെയ്യുന്നതിനാണ് മൾട്ടിപ്പിൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഈ മൾട്ടിപ്പിൾ സാമ്പിളിംഗ് പ്ലാൻ ഈസ് എൻ എക്സ്റ്റൻഷൻ ഓഫ് ഡബിൾ സാമ്പിളിംഗ് പ്ലാൻ. ദിസ് സാമ്പിളിംഗ് പ്ലാൻ മേ റിക്വയർ മോർ ദാൻ 2 സാമ്പിൾസ് ടു റീച്ച് എ ഡിസിഷൻ അബൌട്ട് ദ ആക്സെപ്റ്റൻസ് ഓർ റിജക്ഷൻ ഓഫ് എ ലോട്ട്. അപ്പം ഈ മൂന്നെണ്ണം എന്താണ്? സിംഗിൾ സാമ്പിളിംഗ് പ്ലാൻ പഠിച്ചു, ഡബിൾ സാമ്പിളിംഗ് പ്ലാൻ പഠിച്ചു, മൾട്ടിപ്പിൾ സാമ്പിളിംഗ് പ്ലാൻ പഠിച്ചു. ഈ നാലാമത്തെയാണ് സീക്വൻഷ്യൽ സാമ്പിളിംഗ് പ്ലാൻസ്. In the sequential sampling plan, the sample size is not prefixed as in the case of single, double and multiple sampling plans. The unit or item are drawn from the lot one at a time and inspected. The decision about accepting or rejecting of the lot, continuing with the inspection by taking one or more units from the lot, is made on the basis of information available up to that stage. നമ്മൾ ഇവിടെ അങ്ങനെ നമുക്ക് സാമ്പിൾ സൈസ് നമ്മൾ ഈ ലോട്ടിൽ നിന്നും എടുക്കുന്ന ആ സാമ്പിളിൻ്റെ സൈസ് ഒന്നും പ്രീഫിക്സ് ചെയ്യില്ല. പകരം നമ്മൾ എന്ത് ചെയ്യും? ആ ലോട്ടിൽ നിന്ന് ഒരു ഐറ്റം എടുക്കും. ആദ്യത്തെ ഒരു ഐറ്റം എടുക്കും, അത് ഡിഫക്റ്റീവ് ആണോ നോക്കും. രണ്ടാമത്തെ ഐറ്റം എടുക്കും, അത് ഡിഫക്റ്റീവ് ആണോ നോൺ ഡിഫക്റ്റീവ് ആണോ നോക്കും. അങ്ങനെ എടുത്തെടുത്ത് ഒരു സ്റ്റേജിലെത്തുമ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യും? നമ്മൾ മനസ്സിലാക്കും. നമുക്ക് ഒരു സ്റ്റേജിലെത്തുമ്പോൾ നമ്മൾ എന്താണ് നമുക്കൊരു ഐഡിയ കിട്ടും അല്ലേ? നമ്മൾ ഇതുവരെ എടുത്തതിൽ ഏതാണ് കൂടുതൽ എന്നുള്ള ഐഡിയ കിട്ടും. അങ്ങനെയാണ് നമ്മളവിടെ സീക്വൻഷ്യൽ സാമ്പിളിങ്ങിൽ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഇപ്പം ഡിഫക്റ്റീവ് ഐറ്റംസ് ആണ് കൂടുതൽ കിട്ടിയെങ്കിൽ നമ്മൾ അത് റിജക്റ്റ് ചെയ്യും, നോൺ ഡിഫക്റ്റീവ് ആണെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യും. ദ മൾട്ടിപ്പിൾ ആൻഡ് സീക്വൻഷ്യൽ സാമ്പിളിംഗ് പ്ലാൻസ് ആർ ബിയോണ്ട് ദ സ്കോപ്പ് ഓഫ് ദിസ് കോഴ്സ്. അപ്പോൾ നമ്മൾ മൾട്ടിപ്പിൾ ഇതൊക്കെ പഠിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു ലോട്ട് ബൈ ലോട്ട് ആക്സെപ്റ്റൻസ് സാമ്പിളിങ്ങും ഉണ്ട്, അതുപോലെ കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ ആക്സെപ്റ്റൻസ് സാമ്പിളിങ്ങും ഉണ്ടെന്ന് പറഞ്ഞു. ആട്രിബ്യൂട്ട്സ് കേസിൽ ആക്സെപ്റ്റൻസ് സാമ്പിളിംഗ് ഫോർ ആട്രിബ്യൂട്ട്സ് കേസിൽ ഒന്നാമത്തത് ലോട്ട് ബൈ ലോട്ട് ആക്സെപ്റ്റൻസ് സാമ്പിളിംഗ് ആയിരുന്നു. ലോട്ട് ബൈ ലോട്ടിലാണ് സിംഗിൾ, ഡബിൾ, മൾട്ടിപ്പിൾ ആൻഡ് സീക്വൻഷ്യൽ സാമ്പിളിംഗ് പ്ലാൻ വരുന്നത്. ഇനി രണ്ടാമത്തെയാണ് അതിൽ കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ ആക്സെപ്റ്റൻസ് സാമ്പിളിംഗ് പ്ലാൻ ഫോർ ആട്രിബ്യൂട്ട്സ്. Continuous production acceptance sampling plan for attributes are used when the units or item to be inspected cannot be grouped into lots or batches. Many manufacturing operations do not create lots because in this operation, the units are produced in a continuous process on a conveyor belt or other straight line systems. ഇവിടെ നമുക്കൊരു ഈ ഒരു സിസ്റ്റത്തിൽ നമുക്കൊരു ലോട്ടാക്കി മാറ്റാൻ പറ്റും. നമ്മുടെ പ്രോഡക്റ്റിനെ ഒരു ലോട്ടായിട്ട് എടുക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷേ നമ്മൾ ഈ മാസ് പ്രൊഡക്ഷൻ കേസിലൊന്നും നമുക്ക് ഈ ലോട്ടായിട്ട് എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനത്തെ കേസിലാണ് കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ ആക്സെപ്റ്റൻസ് സാമ്പിളിംഗ് പ്ലാൻ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നില്ല, എന്താണെന്ന് മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി കേട്ടോ. ഇനി നമ്മൾ ആക്സെപ്റ്റൻസ് സാമ്പിളിംഗ് ഫോർ വേരിയബിൾസ് എന്ന് നോക്കാം. The acceptance sampling plan in which the actual measurements of the quality characteristics are taken are called acceptance sampling plan for variables. ഇവിടെ നമ്മൾ എങ്ങനെയല്ല, നമ്മുടെ ആ ക്വാളിറ്റി ക്യാരക്ടറിസ്റ്റിക് കംപ്ലീറ്റ് ചെക്ക് ചെയ്യും. അതിനെ മെഷർ ചെയ്തിട്ട് മെഷർമെൻ്റ് ഒക്കെ എടുത്ത് അതൊക്കെ എന്താണ് ആക്ച്വൽ ആണോ എന്ന് ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ സാമ്പിൾ ആക്സെപ്റ്റ് ചെയ്യുന്നത്. ഈ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് സാമ്പിളിംഗ് പ്ലാൻ ഫോർ ആട്രിബ്യൂട്ട്സ്. ആട്രിബ്യൂട്ട് സാമ്പിളിംഗ് പ്ലാനിൽ നമ്മൾ എങ്ങനെയാണ് ഇൻസ്പെക്ട് ചെയ്യുന്നതിന് ഉള്ള ആ സ്റ്റെപ്സാണ് കൊടുത്തിരിക്കുന്നത്. സപ്പോസ് ദാറ്റ് ലോട്ട് ഓഫ് ദ സെയിം സൈസ് n ആർ റിസീവ്ഡ് ഫ്രം ദ സപ്ലയർ ഓർ ദ final assembly line and submitted for inspection one at a time. The procedure for implementing the acceptance sampling plan to arrive at a decision about the lot is described in the following steps. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പാണ് we draw a random sample of size small n from the lot received from the supplier or the final assembly. അപ്പോൾ ലോട്ട് സൈസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ n ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എന്താണ് സ്മോൾ n സൈസിലുള്ള ഒരു സാമ്പിൾ എടുക്കും. സ്റ്റെപ്പ് 2 എന്താണ്? വി ഇൻസ്പെക്ട് ഈച്ച് ആൻഡ് എവരി യൂണിറ്റ് ഓഫ് ദി സാമ്പിൾ ആൻഡ് ക്ലാസിഫൈ ഇറ്റ് ഈസ് ഡിഫക്റ്റീവ് ഓർ നോൺ ഡിഫക്റ്റീവ്. അപ്പോൾ നമ്മൾ ആ സ്മോൾ സൈസിലുള്ള ആ സാമ്പിളിലെ എന്താണ് സാമ്പിളിലെ ഐറ്റം ചെക്ക് ചെയ്തിട്ട് അത് ഡിഫക്റ്റീവ് ആണോ നോൺ ഡിഫക്റ്റീവ് ആണോ നോക്കും ഓൺ ദ ബേസിസ് ഓഫ് certain criteria. At the end of the inspection, we count the number of defective units found in the sample. Step 3, we compare the number of defective units found in the sample with the acceptance criteria. അപ്പോൾ ഇവിടെ ഉള്ള നമ്പർ ഓഫ് ഡിഫക്റ്റീവ് യൂണിറ്റ്സ് നമ്മൾ ഏതൊക്കെയാണെന്ന് നോക്കും, കൗണ്ട് ചെയ്യും. നാലാമത്തത്, ഇഫ് ദ ആക്സെപ്റ്റൻസ് ക്രൈറ്റീരിയൻ ആർ സാറ്റിസ്ഫൈഡ് വി ആക്സെപ്റ്റ് ദ എൻറ്റയർ ലോട്ട്, അതർവൈസ് വി റിജക്ട് ദ എൻറ്റയർ ലോട്ട്. അപ്പോൾ ഡിഫക്റ്റീവ് ഐറ്റംസ് ആണ് കൂടുതലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? റിജക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യും. ഇവിടെയാണ് കൊടുത്തത് ഡ്രോ എ റാൻഡം സാമ്പിൾ ഓഫ് സൈസ്. അതൊരു എന്താണ് നിങ്ങൾക്കൊരു ഗ്രാഫ് രൂപത്തിൽ കൊടുത്തത്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ
ഗ്രാഫ് രൂപത്തിൽ ഡ്രോ എ റാൻഡം സാമ്പിൾ ഓഫ് സൈസ് സ്മോൾ n ഫ്രം ദ ലോട്ട് ഓഫ് സൈസ് ക്യാപിറ്റൽ N received from the supplier or the final assembly. Inspect each and every unit of the sample and count the number of defective units in it. Compare the number of defective units found in the sample with the acceptance criteria. If the criteria are satisfied, നമ്മൾ accept ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ reject ചെയ്യും. നമ്മൾ ഈ ആക്സെപ്റ്റൻസ് സാമ്പിൾ യൂസ് ചെയ്യുന്ന കുറച്ച് ടേംസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ലോട്ട് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ എടുക്കുന്ന പ്രോഡക്റ്റിൻ്റെ കളക്ഷനെയാണ് ലോട്ട് എന്ന് പറയുന്നത്. എ ലോട്ട് ഈസ് ദ കളക്ഷൻ ഓഫ് യൂണിറ്റ്സ് ഓർ ഐറ്റംസ് ഫ്രം വിച്ച് എ സാമ്പിൾ ഈസ് ടേക്കൺ ആൻഡ് ഇൻസ്പെക്റ്റഡ് ടു ഡിറ്റർമൈൻ ഇറ്റ്സ് ആക്സെപ്റ്റബിലിറ്റി. അതാണ് ലോട്ട് എന്ന് പറയുന്നത്. എന്താണ്, നമ്മൾ എവിടെ നിന്നാണോ ആ സാമ്പിൾ എടുക്കുന്നത് ആ സാമ്പിളിൻ്റെ എടുക്കുന്ന കളക്ഷനെയാണ് നമ്മൾ ലോട്ട് എന്ന് പറയുന്നത്. It is found that lot formation influences the effectiveness of the acceptance sampling plan. Therefore, formation of the lot is important for the success of an acceptance sampling plan. Some guidelines for the lot formation are as follows. എന്തൊക്കെയാണ് നമ്മൾ ലോട്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്നാണ്. ഒന്നാമത്തത്, യൂണിറ്റ്സ് ഇൻ ദ ലോട്ട് ഷുഡ് ബി ഹോമോജീനിയസ്. നമ്മൾ എടുക്കുന്ന ആ ലോട്ടിലെ യൂണിറ്റ്സ് ഒക്കെ ഹോമോജീനിയസ് ആവാൻ ശ്രമിക്കുക. ഹോമോജീനിയസ് പറഞ്ഞാൽ ഒരേപോലെയുള്ളത്. It means that the lot should consist of units produced by the same machine, same operators, using the same raw materials and approximately during the same time period. നമ്മൾ സെയിം മെത്തേഡിൽ പ്രൊഡ്യൂസ് ചെയ്ത പ്രോഡക്റ്റ്സ് ആയിരിക്കണം ഒരു ലോട്ടിൽ എടുക്കാൻ പാടുള്ളൂ. രണ്ടാമത്തത്, യൂണിറ്റ്സ് ഇൻ ദ ലോട്ട് ഷുഡ് ബി പാക്കഡ് സോ ദാറ്റ് ദ ഷിപ്പിംഗ് കോസ്റ്റ് ആൻഡ് ഹാൻഡ്ലിംഗ് റിസ്ക് ആർ മിനിമം. This also makes the selection of units in the sample easy. The decision about the acceptance or rejection of all units of the lot is taken on the basis of the results of inspection of the sample. Therefore, the sample should be such that it is true representative of the lot. അടുത്ത രണ്ടാമത്തെ സെൻറ്റൻസിങ്. The act of accepting or rejecting the entire lot is called sentencing. നമ്മൾ എന്താണ് ആക്സെപ്റ്റ് ചെയ്യുന്നു റിജക്റ്റ് ചെയ്യുന്നു എന്നുള്ള ആ ഒരു പ്രോസസ്സില്ലേ, ആ ഒരു ഇതിനെയാണ് നമ്മൾ സെൻറ്റൻസിങ് എന്ന് പറയുന്നത്. ആക്സെപ്റ്റ് ചെയ്യുക റിജക്റ്റ് ചെയ്യുക, ആ ഒരു ക്രൈറ്റീരിയനാണ് നമ്മൾ എന്താണ് സെൻറ്റൻസിങ് എന്ന് പറയുന്നത്. ലോട്ട് സൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എടുക്കുന്ന ലോട്ടിൻ്റെ സൈസ്. ദ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഇൻ ദ ലോട്ട് ഈസ് കോൾഡ് ലോട്ട് സൈസ്. അത് നമ്മൾ യൂഷ്വലി ക്യാപിറ്റൽ N വെച്ചിട്ടാണ് ഇത് നോട്ട് ചെയ്യാം. സാമ്പിൾ സൈസ്, നമ്മൾ ആ ലോട്ടിൽ നിന്ന് എടുക്കുന്ന ആ സാമ്പിളിൻ്റെ സൈസ്, അത് നമ്മൾ സ്മോൾ n യൂസ് ചെയ്തിട്ടാണ് നോട്ട് ചെയ്യാം. ലോട്ട് ക്വാളിറ്റി. ദ പ്രപ്പോർഷൻ ഓഫ് ഡിഫക്റ്റീവ് യൂണിറ്റ്സ് ഇൻ ദ ലോട്ട് ഈസ് കോൾഡ് ലോട്ട് ക്വാളിറ്റി ഓർ പ്രപ്പോർഷൻ ഡിഫക്റ്റീവ്. ഇറ്റ്സ് ഡിനോട്ടഡ് ബൈ P. അപ്പം ലോട്ട് ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മൾ P വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. P എന്താണ്, നമ്പർ ഓഫ് ഡിഫക്റ്റീവ് യൂണിറ്റ്സ് ഇൻ എ ലോട്ട് ബൈ ലോട്ട് സൈസ്. ലോട്ട് സൈസ് ക്യാപിറ്റൽ N ആണ്. ആ എന്നിൽ എത്ര ഡിഫക്റ്റീവ് യൂണിറ്റ്സ് ഉണ്ടെന്ന് മെഷർ ചെയ്യുക. ആ ഡിഫക്റ്റീവ് യൂണിറ്റ്സ് ബൈ ലോട്ട് സൈസ് ആണ് എന്ത്, സ്മോൾ p. പിന്നെ ആക്സെപ്റ്റൻസ് നമ്പർ. when a deal is finalized between a seller and a buyer, they decide on the maximum number of allowable defective units in the sample. This number is called acceptance number and is denoted by C. The rule for acceptance or rejection of a lot is that if the number of defective units observed in the sample is less than or equal to the acceptance number. അപ്പം ആക്സെപ്റ്റൻസ് നമ്പർ എന്ന് പറയുന്നത് യൂഷ്വലി സ്മോൾ c വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പ്രീഫിക്സ് ചെയ്യുന്ന ഒരു നമ്പറാണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പം ഒരു സെല്ലറും ഒരു ബയറും തമ്മിൽ ഒരു പ്രോഡക്ട്സിൻ്റെ ഡീൽ നടക്കുമ്പോൾ അവർ പറയും നമ്മളുടെ ആ ലോട്ടിൽ ഇത്ര പിന്നെ ഐറ്റംസ് ഡിഫക്റ്റീവ് ആണെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും. ആ ഒരു പ്രീഫിക്സിങ് നമ്പറിനെയാണ് നമ്മൾ ആക്സെപ്റ്റൻസ് നമ്പർ എന്ന് പറയുന്നത്. നമ്മൾ ലോട്ട് എടുക്കുന്നു, അതിൽ നിന്നൊരു സാമ്പിൾ എടുക്കുന്നു. അപ്പോൾ ആ സാമ്പിളിൽ ഫോർ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ 100 ബൾബ്സിൻ്റെ ഒരു ലോട്ട് എടുക്കുന്നു, അതിൽ നമ്മൾ 10 ബൾബ്സ് സാമ്പിൾ എടുക്കുന്നു. നമ്മൾ ഈ C എന്ന് പറയുന്നത് നമ്മൾ മുന്നേ ഫിക്സ് ചെയ്യാണ്. ഇപ്പോൾ C ഈക്വൽ ടു ഒരു 4 എടുക്കുകയാണ്. C ഈക്വൽ ടു 4. അപ്പോൾ ഡിഫക്റ്റീവ് ഐറ്റത്തിൻ്റെ എണ്ണം 4ഓ അതിൽ താഴെയോ ആണെങ്കിൽ നമുക്ക് ആ ലോട്ട് ആക്സെപ്റ്റ് ചെയ്യാം. അത് നമ്മൾ മുന്നേ ഫിക്സ് ചെയ്യാണ്. C ഈക്വൽ ടു 4 എന്ന് മുന്നേ ഫിക്സ് ചെയ്യാണ്. അതിനെയാണ് നമ്മൾ ആക്സെപ്റ്റൻസ് നമ്പർ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ആ ഒരു നമ്പറോ അതിൽ താഴെയോ ഡിഫക്റ്റീവ് ഐറ്റംസ് വരുവാണെങ്കിൽ നമുക്ക് ആ എൻ്റെ ലോട്ടെ ആക്സെപ്റ്റ് ചെയ്യാം എന്ന് ചെയ്യാൻ അവർ മുന്നേ തീരുമാനിക്കും, പ്രീഫിക്സ് ചെയ്യും. അതിനാണ് ആക്സെപ്റ്റൻസ് നമ്പർ എന്ന് പറയുന്നത്. ഒരു പ്രോബ്ലം നോക്കാം. സപ്പോസ് എ ക്രിക്കറ്റ് ബോൾ മാനുഫാക്ചറിങ് കമ്പനി സപ്ലൈസ് ലോട്ട്സ് ഓഫ് 500 ബോൾസ്. 500 ബോൾസിൻ്റെ ഒരു ലോട്ട് മാനുഫാക്ചർ ചെയ്തു സപ്ലൈസിന്.
To check the quality of the loads, a buyer draws a random sample of size 20 balls from each lot and accepts the lot if the inspected sample contains at most one defective ball. Otherwise, he or she rejects the lot. If the lot consists of 10 defective balls, find capital N, small p and c. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോട്ട് സൈസ് ആണ് അല്ലേ. ഇവിടെ ലോട്ട് സൈസ് എന്താണ് പറഞ്ഞിട്ടുണ്ട്? സപ്പോസ് എ ക്രിക്കറ്റ് ബോൾ മാനുഫാക്ചറിങ് കമ്പനി സപ്ലൈസ് എ ലോട്ട്സ് ഓഫ് 500 ബോൾസ്. ലോട്ടിൻ്റെ സൈസാണ് ക്യാപിറ്റൽ എൻ, എന്താണ് 500 ആണ്. സ്മോൾ എൻ എന്ന് പറഞ്ഞാൽ സാമ്പിൾ സൈസ്. സാമ്പിൾ എത്ര എടുത്തേക്കുന്നത്? ടു ചെക്ക് ദ ക്വാളിറ്റി ഓഫ് ദ ലോട്ട്സ് എ ബയർ ഡ്രോസ് എ റാൻഡം സാമ്പിൾ ഓഫ് സൈസ് 20. ഇപ്പോൾ റാൻഡം സാമ്പിളിൻ്റെ സൈസ് എന്താണ്? സ്മോൾ എന്ന് പറയുന്നത് 20. പിന്നെ പി എന്താണ്? പി നമുക്ക് പറയാം. സി എന്താണ്? ആക്സെപ്റ്റൻസ് നമ്പർ. നമ്മൾ നേരത്തെ പറഞ്ഞ ആക്സെപ്റ്റൻസ് നമ്പർ എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു നമ്പറോ അതിൽ കുറവോ ഡിഫക്റ്റീവ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോട്ട് ആക്സെപ്റ്റ് ചെയ്യാം. അതവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഈച്ച് ലോട്ട് ആക്സെപ്റ്റ് ദ ലോട്ട് ഇഫ് ദ ഇൻസ്പെക്റ്റഡ് സാമ്പിൾ കണ്ടെയ്ൻസ് അറ്റ്മോസ്റ്റ് വൺ ഡിഫക്റ്റീവ്. അറ്റ്മോസ്റ്റ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 അതിൽ താഴെയോ. അപ്പോൾ നമ്മളുടെ സി ഇവിടെ എന്ത് വരും? ആക്സെപ്റ്റൻസ് നമ്പർ സി 1. ഇനി പി എന്ന് പറയുന്നത് എന്താ? ക്വാളിറ്റി. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ലോട്ട് ക്വാളിറ്റി. ലോട്ട് ക്വാളിറ്റി എന്താണ്? നമ്പർ ഓഫ് ഡിഫക്റ്റീവ് യൂണിറ്റ് ബൈ ലോട്ട് സൈസ്. നമ്പർ ഓഫ് ഡിഫക്റ്റീവ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഇവിടെ എത്ര ഉണ്ട്? ഇഫ് ദ ലോട്ട് കൺസിസ്റ്റ് ഓഫ് 10 ഡിഫക്റ്റീവ് ബോൾസ്. ലോട്ടിൽ എത്ര ഡിഫക്റ്റീവ് ബോൾസ് ഉണ്ട്? നമ്മുടെ ലോട്ട് നിറയെ എത്ര ഡിഫക്റ്റീവ് ബോൾസ് ഉണ്ട്? 10 ഡിഫക്റ്റീവ് ബോൾസ് ഉണ്ട്. അപ്പോൾ പി എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡിഫക്റ്റീവ്സ് യൂണിറ്റ്സ് ഇൻ ദ ലോട്ട് ബൈ ലോട്ട് സൈസ്. നമ്പർ ഓഫ് ഡിഫക്റ്റീവ് എത്രയാണ്? 10. ലോട്ട് സൈസ് എന്താണ്? 500. അപ്പോൾ 10/500 0.02 കിട്ടും. ഇതാണ് പി, ലോട്ട് ക്വാളിറ്റി.